6 മണി മുതൽ 70 വയസ്സിലും മേപ്പോട്ടുള്ള ആൾക്കാർ, അതിന് കീഴ്പോട്ടുള്ള ആൾക്കാർ 2 മണിക്കൂറാണ് ഈ ക്യൂ നിൽക്കുന്നത്. അങ്ങ് അറ്റം മുതൽ ഇനി അറ്റം. രാവിലെ എത്ര മണിക്കാണ്? ഞാൻ രാവിലെ 6 മണിക്ക്. 6 മണിക്ക് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലുള്ള കാഴ്ചയാണ് കാണുന്നത്. പുള്ളി അദ്ദേഹം വന്നത് രാവിലെ 6 മണിക്ക് വന്നതാണ്. ഇപ്പോൾ സമയം 1:30 ഓക്കെ, പ്രേക്ഷകർ കാണണം കേട്ടോ. പറഞ്ഞോളാം. അപ്പോൾ അദ്ദേഹം ഇവിടെ 8 മണിക്കാണ് വോട്ട് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും ഏകദേശം ഇവിടെ ഒരു ആൾക്കാർ ഇവിടെ വരെ പ്രായമുള്ളവർക്കൊന്നും ഇരിക്കാനോ ഒന്നും ഒരു സൗകര്യമില്ല. കാരണം ക്യൂ മാറിക്കഴിഞ്ഞാൽ അടുത്ത ആൾ കയറി അപ്പോൾ പിന്നെ അവർക്ക് സ്ഥലം നഷ്ടപ്പെടും. അതെ, അപ്പോൾ ഈ ടോക്കൺ വ്യവസ്ഥ ഉണ്ടാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടോക്കൺ വ്യവസ്ഥ ഉണ്ടാകുവാണെങ്കിൽ അവർക്ക് ആ ടോക്കൺ അനുസരിച്ച് തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാർക്ക് കൂടുതലും വയോജനങ്ങളുള്ള ആൾക്കാർ, പ്രായമായവരും അത് കൊച്ചുകുട്ടികളെ കൊണ്ടുവരുന്നവരും അത്യാവശ്യം ഡോക്ടറെ കാണിക്കേണ്ടവരും തലകറക്കമുള്ളവരും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ചേട്ടൻ എവിടെ താമസിക്കുന്നത്? ഞാൻ ഇലന്തൂര്. രാവിലെ 6 മണിക്ക് വന്നതാണ്. ഇപ്പം പോകാൻ പോകുന്നു, 2 മണിയാകാൻ പോകുന്നു. അപ്പം മരുന്ന് കിട്ടിയോ? കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ കാണുമായിരുന്നു, എക്കോ ഡോക്ടറെ കാണണം. ബുക്കിംഗ് പോലും ഇല്ല നമുക്ക്. ആ ഒരു സംരംഭത്തിൽ പിന്നെ ഇവിടെ നേരം രാവിലെ വന്നുകൊണ്ട് നമുക്ക് അന്നേരം എനിക്ക് കിട്ടുന്നത് 12ാമത്തെ ഇത് എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാർ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എക്കോ എടുക്കാൻ പോയത്, റിസൾട്ട് കണ്ട് ഡോക്ടറെ കാണി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അദ്ദേഹം പറഞ്ഞൊരു അഭിപ്രായം. ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഈ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മിഷൻ സംവിധാനം ഇന്ന് പ്രൈവറ്റ് മേഖലയിലും എല്ലാ മേഖലയിലും ഈ ടോക്കൺ ഉണ്ട്. ഈ ടോക്കൺ ഉണ്ടെങ്കിൽ അവർ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആ ടോക്കണിൻ്റെ നമ്പർ അനുസരിച്ച് അവർ പോയിരുന്നാൽ മതി, ആ ഡോക്ടറെ കാണാൻ പോയാൽ മതി. ഈ ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുവാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാറ് തയ്യാറാകണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. ഓക്കെ, പോന്നിലൊക്കെ ടോക്കണാണോ? ടോക്കണല്ലേ? അപ്പോൾ ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ എനിക്ക് തോന്നുന്നത് ഈ മിക്കവാറും പുതിയ ബിൽഡിംഗ് വരുന്നതോടുകൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അതെ, ഇനി ബിൽഡിംഗ് പണി തീരുമ്പോൾ എത്ര നാളാവും അല്ലേ? അതെ. പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ അടിയന്തരമായി നടപടി ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. രോഗി എന്ന നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ. ഫാർമസി നിൽക്കുന്ന കേട്ടോ ആൾക്കാർ. ഫാർമസിയിൽ രാവിലെ 7 മണി 6 മണിയൊക്കെ വന്ന് ഇവിടെ ക്യൂ നിന്നിട്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. ഇത് പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലെ കാഴ്ചയാണ്. ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുക. നമുക്ക് പുതിയ പരിഷ്കാരങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മളെപ്പോഴും കുറ്റം പറയാൻ മാത്രം പറ്റത്തില്ലല്ലോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ.